إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെ ഐഹിക ജീവിതത്തിൽ എല്ലാം ഭദ്രമാവണം എന്ന് ചിന്തിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നാം എല്ലാം. ഐഹിക ജീവിതത്തെ ബാധിക്കുന്ന നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ആശങ്കകളും ഭയവും വെച്ച് പുലർത്തുന്നവരെ കാണാൻ കഴിയും. പേരിൽ വന്ന പിശകും ജനനത്തീയതിയിൽ വന്ന തെറ്റും ഇതുകൊണ്ടൊക്കെ എൻ്റെ ഐഹിക ജീവിതത്തിലെ ഭാവി പ്രയാസത്തിലാകുമോ എന്നാലോചിച്ച് ഭയത്തിലും ആശങ്കയിലും കഴിയുന്നവർ ധാരാളമാണ്. ധരിച്ച വസ്ത്രത്തിൽ ഒരു മാലിന്യം വീഴുന്നത് പോലും നാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ദീനിൻ്റെ കാര്യത്തിൽ എത്രത്തോളം നാം ശ്രദ്ധിക്കണം എന്നാണ് ആലോചിക്കേണ്ടത്. മാലിക് യൗമിദ്ദീൻ എന്ന ഒരു ദിവസം തന്നെ അനവധി തവണയാണ് നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാലിക് യൗമിദ്ദീൻ എന്ന് ആവർത്തിക്കുന്ന നമ്മിൽ രണ്ട് ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണും. ഒന്ന്, അളമത്തുല്ലാഹി അസ്സ വജല്ല, തൻ്റെ റബ്ബിനെക്കുറിച്ചുള്ള ഒരു ഗാംഭീര്യം, അവൻ്റെ മഹത്വം ബോധ്യപ്പെടൽ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്കെന്തേ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു ഗൗരവമില്ലാതെ പോയി എന്ന് നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ചോദിച്ചത് വിശുദ്ധ ഖുർആനിൽ കാണാം. മാലിക് യൗമിദ്ദീൻ എന്ന് ആവർത്തിക്കുന്ന നമ്മിൽ അള്ളാഹുവിനെക്കുറിച്ച് ഒരു ബോധവും ഒരു ഗൗരവവും ഉണ്ടാവണം എന്നർത്ഥം. രണ്ടാമത്തത്, ഈ ആയത്ത് ആവർത്തിക്കുന്ന നമ്മിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, ഈ ആയത്തിലൂടെ ഹസ്സൽ ഇൻസാന അലാ അൻ യഅമല ലിദാലിക്കൽ യൗമില്ലദീ യുദാനു ഫീഹിൽ ആമിലൂൻ, കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിവസത്തേക്ക് വേണ്ടി ആവശ്യമായ കർമ്മങ്ങളിൽ മുഴുകാനുള്ള പ്രേരണ ഈ ആയത്തിൻ്റെ ആശയത്തിലുണ്ട് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. ആ ദിവസത്തെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. യൗമ ഇദിൻ തുഅറളൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ആ പരലോകത്ത് നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും, അന്ന് നിങ്ങളിൽ നിന്ന് ഒന്നും മറഞ്ഞു നിൽക്കുകയില്ല. നിങ്ങളെക്കുറിച്ച് അള്ളാഹു ബോധ്യമുള്ളവനാണ്, ഒന്നും അവനെ വെച്ച് മറഞ്ഞു പോകുകയില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു.
അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ബോധം, അതിനാവശ്യമായ കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന ചിന്ത നമ്മുടെ ഐഹിക ജീവിതത്തിൽ അനിവാര്യമാണ്. താബിഉകളുടെ കൂട്ടത്തിൽ സ്വഹാബത്തിനു ശേഷം ജീവിച്ച താബിഉകളിൽ അത്വാഉസ്സലമി അല്ലെങ്കിൽ അത്താഉസ്സലീമി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, അദ്ദേഹം ഒരു തയ്യൽക്കാരനായിരുന്നു എന്നാണ്. താൻ നെയ്തുണ്ടാക്കിയ വസ്ത്രവുമായി മാർക്കറ്റിൽ വിൽപ്പനക്കെത്തിയപ്പോൾ താൻ നെയ്ത വസ്ത്രങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയ കസ്റ്റമർ അത് വാങ്ങാതിരുന്നപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ്. പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ കസ്റ്റമറിന് ഒരു മനോവിഷമം. അപ്പോൾ അതാഉസ്സലമി അദ്ദേഹത്തോട് പറഞ്ഞു, ലൈസ ദാലിക മാ തളുന്നു വലാ അബ്ഖി, എൻ്റെ കരച്ചിൽ കേട്ട് നിങ്ങൾ വിചാരിച്ചതുപോലല്ല യഥാർത്ഥത്തിൽ കാര്യം. ലിഅന്നക റദത്ത സൗബ, എൻ്റെ വസ്ത്രം താങ്കൾ വാങ്ങാതെ തിരിച്ചു നൽകിയല്ലോ. ലിഅന്നനി ഖദ് ഇജ്തഹദ്തു ഫീ ഇസ്ലാഹി ഹാദ സൗബി വതഹ്സീനിഹി ഹത്താ ലാ യൂജദു ഫീഹി ഐബുൻ, ഞാൻ ഈ വസ്ത്രം നെയ്തപ്പോൾ അതിലൊരു കുറ്റവും കുറവും ഉണ്ടാകാത്ത വിധം നന്നായി അക്കാര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടായി. ഫകൈഫ അഅ്മാലുനാ ഹാദിഹി ഇദാ ഉരിലത് അലാ റബ്ബിൽ ആലമീൻ, നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കർമ്മങ്ങളുടെ അവസ്ഥ, അതോർത്താണ് ഞാൻ കരഞ്ഞത് എന്നാണ് അത്വാഉസ്സലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന ആ മനുഷ്യനോട് പറഞ്ഞത്. ഈ ഒരു സൂക്ഷ്മതാബോധം നമുക്കുണ്ടോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഐഹിക ജീവിത വിഷയങ്ങളിൽ എല്ലാം നാം ഭദ്രമാക്കുന്നു. ദീനിൻ്റെ കാര്യത്തിൽ ആ ഭദ്രത വേണ്ടേ? തീർച്ചയായും വേണം. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ് എന്ന് പറയുന്ന നാം ദീനിൻ്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ബോധ്യമാവേണ്ടത്. ദീൻ എന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മേഖലയല്ല. നമ്മുടെ തോന്നലുകളല്ല ദീൻ. നമ്മുടെ ഇടപെടലുകൾ അതിലാവശ്യമില്ല. നമ്മുടെ കണ്ടെത്തലുകളും നിലപാടുകളുമല്ല ദീനിൽ വേണ്ടത്. ദീനിൽ വേണ്ടത് അള്ളാഹു എന്താണ് ദീനിലൂടെ കൽപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പഠിപ്പിച്ചത്, അതാണ് ദീൻ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയ്റതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടുള്ളതല്ല അള്ളാഹും അവൻ്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ്, പിന്നെ തൻ്റെ ഒരു നിലപാട് പറയൽ പാടില്ല. കാരണം എന്താ? അത് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കലാണ്. അത്തരക്കാർ ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിലാണ് അവരെത്തിയിട്ടുള്ളത് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. ദീനിൽ വഹിയിലൂടെ ഒരു അക്ഷരം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്ഷരത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല. ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയിക്കല്ലദീ അർസൽത, ആ പ്രാർത്ഥനയിലുള്ളത് അങ്ങനെയാണ്. ഇതാ അള്ളാഹു അവതരിപ്പിച്ച കിതാബിലും അവൻ നിയോഗിച്ച റസൂലിലും നബിയിലും ഞാൻ വിശ്വസിച്ചു. ഈ വാക്കുകളടങ്ങിയ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വഹാബി റസൂലുള്ളാഹിക്ക് ചൊല്ലിക്കൊടുത്തപ്പോൾ ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി റസൂലിക്കല്ലദീ അർസൽത വബി നബിയിക എന്ന റസൂലുള്ള പറഞ്ഞു കൊടുത്തത്. പക്ഷെ തിരിച്ചു ചൊല്ലിയപ്പോൾ വബി റസൂലിക, അവിടെ ഒരു പ്രാസമൊപ്പിക്കൽ അതിലുണ്ട്. അതോടൊപ്പം നബിയുൻ എന്ന പദത്തേക്കാൾ കുറച്ചുകൂടി മഹത്വവും ദർജയുമുള്ള വാക്കാണ് റസൂൽ. അതുകൊണ്ട് അതാവട്ടെ എന്ന് കരുതിയതാവൻ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
അത് പാടില്ല. വബി നബിയ്യിക്കല്ലദീ അർസൽത എന്നു തന്നെ ആവണം എന്ന് നിർദ്ദേശിച്ചു. 3 സ്വഹാബികൾ ഒരിക്കൽ വന്ന്, ഞങ്ങൾക്ക് ഇബാദത്തുകളിലൊക്കെ കൂടുതൽ നിർവഹിക്കാൻ കഴിയണം, അതിൻ്റെ ഭാഗമായി അന ഉസല്ലിൽ ലൈല വലാ അർഖുദു അസൂമു വലാ ഉഫ്തിർ വലാ തസവ്വജുൻ നിസാ, ഞാൻ രാത്രി മുഴുവൻ നമസ്കാരത്തിലായി കഴിഞ്ഞുകൂടും, ഉറങ്ങൂല, എനിക്ക് കുടുംബജീവിതം തൽക്കാലം വേണ്ട, എല്ലാ പകലും നോമ്പുകാരനായി ജീവിക്കും, നോമ്പില്ലാത്ത പകൽ എനിക്കില്ല എന്ന് തീരുമാനിച്ചവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അന ഉസല്ലി വ അർഖുദ് വ അസൂമു വ ഉഫ്തിർ വ അതസവ്വജുൻ നിസാ, ഞാൻ നിസ്കരിക്കാറുണ്ട്, രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്, എനിക്ക് നോമ്പുള്ള പകലും നോമ്പില്ലാത്ത പകലുമുണ്ട്, എനിക്ക് ഭാര്യമാരും മക്കളും കുടുംബജീവിതവും ഒക്കെയുണ്ട്. അന അഖ്ശാകും ലില്ലാഹി വ അത്ഖാകും ല, നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്ന തഖ്വയുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് ആരാണ് തിരസ്കരിക്കുന്നത് അവരെന്നിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. അതുകൊണ്ട് തന്നെ ദീനിൽ ഈ കാര്യം അടിസ്ഥാന കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ ദീൻ ഭദ്രമായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദീൻ നമുക്ക് ലഭിച്ച വഴിയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ വഴി എന്ന് പറഞ്ഞാൽ അത് സ്വഹാബത്താണ്. അവരാണ് സ്വഹാബത്ത്. അസ്വഹാബത്തു ഖൈറുൻ നാസി ബഅദൽ അംബിയാഇ, നബിമാർ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ തന്നെ ഏറ്റവും ഉത്തമരാണ് സ്വഹാബത്ത് എന്നാണ്. അവരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, മനുഷ്യരിൽ തന്നെ ഇതാ എൻ്റെ കൂടെയുള്ള ഇവരാണ് സ്വഹാബത്താകുന്ന ഈ തലമുറയാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ, പിന്നെ അവരെ തുടർന്നു വരുന്നവർ, പിന്നെ അവരെ തുടർന്നു വരുന്നവർ. ആ സ്വഹാബത്തിനെ കുറിച്ച് റസൂലുള്ളാഹ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെയും ഉണർത്തിയത് ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫവല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫക മിസ്ലു ഉഹദിൻ ദഹബ മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു എന്നാണ്. അവരിൽ ഒരാൾ സ്വഹാബത്ത് നിങ്ങൾ നിർവഹിക്കുന്ന ദാനധർമ്മം അവർ നിർവഹിച്ചതിനോളം നിങ്ങൾ ഒരു ഉഹുദ് മലയോളം സ്വർണം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫ, സ്വഹാബത്ത് അതിൻ്റെ ഒരു മുദ്ദ്, അതിൻ്റെ ഒരു ചെറിയ അളവ് അല്ലെങ്കിൽ ഒരു പകുതിയാണ് ചെയ്തതെങ്കിലും നിങ്ങളുടെ ഉഹുദ് മലയോളം വരുന്ന ദാനധർമ്മം അവരിലോർക്ക് തുല്യപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ദീൻ നമുക്ക് ലഭിച്ച വഴി എന്നത് സ്വഹാബത്തിലൂടെയാണ്. ആ സ്വഹാബത്തിനെ പിന്തുടരാൻ ആവശ്യപ്പെടുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർ നേർമാർഗത്തിലായി എന്നാണ്. എങ്ങനെ സ്വഹാബത്തിനെ നമുക്ക് തള്ളാൻ കഴിയും? എങ്ങനെ സ്വഹാബത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയും? ആ സ്വഹാബത്ത് വിശ്വസിച്ച പോലെയാവണം നിങ്ങളുടെ വിശ്വാസം എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ പറഞ്ഞത്. സൂറത്തു തൗബയിലെ 100-ാം വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, ആ ആദ്യമേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസ്വാറുകളും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നെ അവർ സ്വീകരിച്ച ഇഹ്സാനിൽ അവർ ദീനായി എന്ത് മനസ്സിലാക്കിയോ, ദീനിൽ എന്താണ് വിശ്വസിച്ചത്, എങ്ങനെയാണ് വിശ്വസിച്ചത്, ആചരിച്ചത്, അവരെ അതിൽ പിന്തുടരുകയും ചെയ്തവർ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വ അഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അലീം, അവർക്കാണ് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുള്ളത്, അത് നേടലാണ് ജീവിതത്തിലെ വമ്പിച്ച വിജയം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറഞ്ഞത് ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി എന്നാണ്. തൻ്റെ നബിയോട് സഹവസിച്ച് ദീന് ലോകത്തിന് പകർന്നു കൊടുക്കാൻ, ദീനിന്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാകാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അവർ എന്നാണ്. അവർ കേവലം ഒരു മനുഷ്യന്മാരായി, കേവലം ചില ആളുകളായി അഭിപ്രായപ്പെടാനോ സംസാരിക്കാനോ നമുക്ക് പാടില്ല എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് ഫഹുബ്ബുഹും സുന്ന,
അവരെ സ്നേഹിക്കുക എന്നത് നബിചര്യയിൽപ്പെട്ടതാണ്. വബുഗ്ളുഹും നിഫാഖ്, അവരോട് ദേഷ്യപ്പെടുക, അവരെക്കുറിച്ച് കോപിക്കുക എന്നത് അത് കാപട്യമാണ്. വദ്ദുആഉ ലഹും ഖുർബത്തുൻ, അവർക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നത് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യമാണ്. വലിഖ്തിദാഉ ബിഹിം വസീലത്തുൻ, അവരെ പിന്തുടരുക എന്നത് അള്ളാഹുവിലേക്കുള്ള മാർഗമാണ്. വൽ അഖ്ദു ബി ആസാരിഹിം ഫളീലത്തുൻ, അവരുടെ അസറുകൾ, അവരുടെ ചര്യകൾ സ്വീകരിക്കുക എന്നത് അതാണ് വിശ്വാസിയുടെ പ്രത്യേകത, അതൊരു വിശ്വാസിയുടെ മഹത്വമാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒരു മഹത്വവുമില്ല എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരെ നാം സജ്ജനങ്ങളിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അതിനാണ് നമ്മൾ തവഫന മുസ്ലിമീന വ അൽഹിഖ്ന ബിസ്സാലിഹീൻ, മുസ്ലിങ്ങളായി ഞങ്ങളെ മരിപ്പിച്ചാൽ മാത്രം പോരാ, സ്വാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെ ചേർക്കുകയും വേണം. ആ സ്വാലിഹീങ്ങളാരാ? ആദ്യം അതിൽപ്പെടുക അമ്പിയാക്കളാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പടി സ്വഹാബത്താണ്, പിന്നെ താബീകളാണ്, പിന്നെ തബഉ താബീകളാണ്, പിന്നെ ലോകത്ത് അന്ത്യനാൾ വരെ അവരെ മാർഗം അവർ വിശ്വസിച്ച പോലെ വിശ്വസിച്ച് ആചരിച്ചു പോന്നവരാണ്. അതാണ് ഫിസ്വാലിഹീൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ ഭൗതിക ലോകത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും ആളുകൾ ആ പേപ്പർ കൊടുത്തോ, ഈ പേപ്പർ ശരിയാക്കിയോ, അതിൽ വല്ല തെറ്റുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അതിൽ തെറ്റ് വന്നാൽ എന്താകുമെന്ന ഭയപ്പാടുകളൊക്കെ ഭൗതിക ലോകത്ത് നിലനിർത്തുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഭയം എന്നത് അള്ളാഹുവിനെ കുറിച്ചാവണം, അവൻ്റെ ദീന് പകർത്തുന്ന കാര്യങ്ങളിലാവണം, അവൻ്റെ ദീനീ കാര്യങ്ങൾ ഭദ്രമാക്കി വെക്കുന്നതിലാകണം എന്ന് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മസ്ജിദിൽ ഇരിക്കുമ്പോൾ ദഖലൽ മസ്ജിദ റജുലുൻ, മസ്ജിദുൻ നബവിയിലേക്ക് ഒരാൾ കടന്നു വന്നു. ഫസ്വല്ല, എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറദ്ദ, നമസ്കാരം കഴിഞ്ഞ് മസ്ജിദിലിരിക്കുന്ന റസൂലുള്ളാഹിയുടെ അടുത്ത് ചെന്ന് സലാം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. അതിൽ നിന്ന് ഒരു പാഠം നമുക്ക് പഠിക്കാണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ മുമ്പും പഠിപ്പിച്ചതാണ് ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് വലതുകാൽ വെച്ച് കയറുക പള്ളിയിലേക്ക്. പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയിൽ ഇരിക്കുന്നവരോട് സലാം ചെല്ലണം എന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പള്ളിയിൽ നിന്ന് ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ സലാം ചെല്ലാം എന്നതല്ലാതെ പള്ളിയിൽ കയറിയാൽ അവിടെ പ്രാർത്ഥനകളിലും അതുപോലെ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണത്തിൽ ഇരിക്കുന്നവരോട് സലാം എറിയണം എന്നതില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലുണ്ട്. ഒരു സ്വഹാബി കടന്നു വരുന്നു. ആദ്യം അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത കൊടുത്തു, നമസ്കരിച്ചു. പിന്നെ റസൂലുള്ളാഹിയുടെ അടുത്ത് ചെന്ന് ഫസല്ലമ, അങ്ങനെ അദ്ദേഹം സലാം ചൊല്ലി റസൂലുള്ളാഹിയുടെ അടുത്ത് ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഫസ്വല്ലി ഇന്നക ലം തുസല്ലി, നീ പോയി വീണ്ടും നമസ്കരിക്ക്, നീ നമസ്കരിച്ചിട്ടില്ല എന്ന്. ആ സ്വഹാബി അത് അനുസരിച്ചു, നിസ്കരിച്ചു. വീണ്ടും റസൂലുള്ളാഹിയുടെ അടുത്ത് ചെന്ന് സലാം ചൊല്ലി. റസൂലുള്ളാഹി സലാം അടക്കിയിട്ട് പറഞ്ഞു, ഇർജി ഫസ്വല്ലി ഇന്നക ലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. ഇത് 3 തവണ റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ്. അപ്പം മൂന്നാമത് പറഞ്ഞപ്പോൾ ആ സ്വഹാബി റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഉഹ്സിനു ഗൈറ ഫഅല്ലിംനി, എനിക്ക് ഇങ്ങനെയല്ലാതെ, ഞാനിപ്പോൾ നിസ്കരിച്ച രൂപത്തിലല്ലാതെ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ നമസ്കാരം പഠിപ്പിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ ثم اقرأ ما تيسر معك من القرآن ثم اركع حتى تطمئن راكعا ثم ارفع حتى تطمئن تعدل قائما ثم اسجد حتى تطمئن ساجدا എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലെ ഓരോ ചലനവും അടക്കത്തിലും ഒതുക്കത്തിലും ഭയഭക്തിയിലുമാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് നൽകിയ ഉപദേശം. ആ നമസ്കാരം
സ്വഹീഹ് ആകാത്തത് എന്തുകൊണ്ട് എന്നത് എത്രയും പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കുക. ഒരടക്കവും ഒതുക്കവും അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധമില്ലാതെ നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്, വഫീഹി അന്നമൻ അഖല്ല ബിബഅദി വാജിബാത്തി സ്വലാത്തി ലാ തസിഹു സ്വലാത്തുഹു. നമസ്കാരത്തിൽ പാലിക്കേണ്ട നിർബന്ധമായ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഒരാൾ ഒഴിവാക്കിയാൽ അവൻ്റെ നിസ്കാരം സ്വഹീഹല്ല. അത്തുമഇനീനതു റുക്കുനും മിൻ അർക്കാനി സ്വലാ. നമസ്കാരത്തിൽ ഭക്തി, അങ്ങേയറ്റത്തെ ഖുശൂ, തുമഇനീനത്ത്, അത് നമസ്കാരത്തിൻ്റെ തൂണാണ് എന്നാണ്. നമസ്കാരത്തിൻ്റെ അടിസ്ഥാന കാര്യമാണ്. അത് മാറ്റിവെച്ചാൽ പിന്നെ നമസ്കരിക്കാത്തവനെ പോലെയാണ്. അതാണ് ആ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടത്. നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിലും ഈ ശ്രദ്ധ നന്നായി വേണം എന്നതിനെ ഒരു സംഭവം ഉദ്ധരിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച പോലെ ഈ ഭൗതിക ലോകത്ത് അവൻ്റെ തൃപ്തി നേടി ജീവിക്കാനും എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും മുഅ്മിനായി മുവഹിദായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ദൈനൻ ഇല്ലാ ഖളൈതഹു വലാ മരീളൻ ഇല്ലാ ശഫൈതഹു വലാ മയ്യിതൻ ഇല്ലാ റഹിംതഹു വലാ ബലാഅൻ ഇല്ലാ റഫഅതഹു യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തില വർസുഖ്നാ ഇജ്തിനാബഹു. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.